ഓഫീസിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് ഞാൻ സീക്രട്ട് ഏജന്റിനെ പോലെ കാറിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സൈക്കിൾ ചവിട്ടി പ്രിവിലേജസ് കിട്ടേണ്ട ഒരു ടാസ്ക് ഉണ്ടല്ലോ, ഗ്യാസ്, ബാത്റൂം, വെള്ളം, ഇതൊക്കെ കിട്ടുമ്പോൾ പലർക്കും അവിടെ റിവെഞ്ച് എടുക്കാൻ ഒരു നല്ല സമയമാണ്. കാരണം നെവിൻ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നെവിൻ നല്ല ബുദ്ധിയുള്ള കണ്ടസ്റ്റന്റ് ആണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഷാനവാസ് അനുമോളും സൈക്കിൾ ചവിട്ടിയപ്പോഴത്തേനും അവർ കുറച്ച് കൂടുതൽ നേരം സൈക്കിൾ ചവിട്ടിപ്പിക്കാൻ വേണ്ടി നെവിൻ കഴുകിയ പാത്രങ്ങൾ വീണ്ടും എടുത്ത് എനിക്കത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. ഇങ്ങനെയൊക്കെ നമുക്ക് ടാസ്ക് കളിച്ചൂടെ? ഇങ്ങനത്തെ രീതിയിൽ അവിടുത്തെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അവർ വഴക്ക് കൂടുന്നതിനെ പറ്റിയേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നെവിനെ പോലെ ഇങ്ങനെ കുതന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നത് കാണാനൊരു എന്റർടൈൻമെന്റ് ആണ് ശരിക്കും. മാത്രമല്ല, എനിക്ക് ആര്യന്റെ പെർഫോമൻസ്, ആര്യനും സാബുമാനും എപ്പോഴും ആ ഒരു ഐഡന്റിറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും സാബുമാൻ ഇപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് ലൈക്ക് അക്ബറിനെ, ആനീഷിനെ കാട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പുള്ളി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ബിന്നിയുടെ ആ ഒരു കോസ്റ്റ്യൂം ബിന്നിക്ക് ചേരാത്ത പോലെ തോന്നി. അത് ഷാനവാസിനോ അക്ബറിനോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് യോജിച്ചേനെ. ഏതായാലും ബിന്നിയും ആര്യനും കൂടെ ഉള്ള ചില സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. അതേപോലെ ആര്യൻ ഇങ്ങനെ പുറം ചൊറിയാൻ പറയുമ്പോഴത്തേനും സിക്കന്ദറിനും ഇല്ലേ മോഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി കുറച്ച് ഒരു കോഴിത്തരമൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത്, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനത്തെയൊക്കെ ചില ഫണ്ണി മൊമെന്റ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് നല്ല രസമുണ്ട്. അതേപോലെ മിന്നൽ വരുമ്പോൾ അക്ബർ പറയുന്നത് ഞാനാണ് ഉണ്ടാക്കിയത്, അപ്പോൾ ഭൂതം പറയുന്നു അല്ല ഞാനാണ് ഉണ്ടാക്കിയത്, അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ നെവിനെ പോലെ ടാസ്ക് കളിക്കാൻ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു കോസ്റ്റ്യൂം കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അത് കുറച്ചൊരു വൾഗർ രീതിയിലാണ് ഈ നൂറേം ആദിലയൊക്കെ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അനുമോളുടെ ആ ഒരു പാവ എടുത്ത് ഒളിച്ചു വെക്കുന്നതൊക്കെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി. അത് ഈ കുടുംബ പ്രേക്ഷകർ പിന്നെ ഉമ്മ വെക്കുന്നതൊക്കെ പ്രശ്നമായിട്ടുള്ളൊരു ഷോയിൽ ഇങ്ങനത്തെ തമാശ പറയുന്നതും പ്രശ്നമല്ലേ? എന്തിനാണ് കുട്ടികൾ കാണുന്ന ഷോയിൽ ഇങ്ങനത്തെ തമാശകളും ഡബിൾ മീനിങ് ജോക്സും ഒക്കെ അടിക്കുന്നത്? അതുകൊണ്ട് അത് രസമില്ലായിരുന്നു. ഏതായാലും നെവിൻ ഇപ്പോൾ അനുമോളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത്. അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നെവിൻ ആ ഒരു പെർഫോമൻസിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ നെവിനും അവിടെ കളിച്ചു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ. പക്ഷെ ഇവര് മാത്രം വഴക്കുണ്ടാക്കിയാണ് ടാസ്ക് കളിക്കുന്നത്. പ്രത്യേകിച്ച് മനീഷ് രാവിലെ ആദില നൂറെ പ്രൊവോക്ക് ചെയ്യുന്നു. അവര് തിരിച്ച് പ്രൊവോക്ക് ചെയ്തപ്പോൾ അനീഷിന്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന പ്രൊവോക്കേഷനായി പോയി. വെറുതെ ഒരാവശ്യമില്ലാതെ പഴിയെ പോയ വയ്യാവേലി എടുത്ത് തലയെ വെച്ചൊരു ഗതിയായിപ്പോയി അനീഷിന്. ഏതായാലും അനീഷും ഷാനവാസും കൂടെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്ന് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.